പവിത്ര സീരിയൽ 8ാമത്തെ എപ്പിസോഡാണ്. മാഷ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ട് ജയിലിലെ വാർഡൻ വരെ കേട്ടോ. വിക്രമിന്റെ അമ്മ അഡ്മിറ്റ് ആണല്ലേ. ശങ്കരനാരായണൻ സാറിന്റെ ഒരുപാട് മിസ് കോള് കണ്ടു. വിക്രം കുറച്ച് ദിവസമായി അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നു. നേരിട്ട് അന്വേഷിക്കാൻ വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു. മാഷ് പറയും എത്രയും പെട്ടെന്ന് വിക്രത്തെ ഇവിടെ എത്തിക്കണം. ഉറപ്പായിട്ടും ഇന്നിപ്പോ ഇത്രയും സമയമില്ലേ, പേപ്പേഴ്സ് റെഡി ആവില്ല, നാളെ വിക്രമിനെ ഇവിടെ എത്തിച്ചിരിക്കും എന്ന് ഉറപ്പ് നൽകട്ടോ. അപ്പോഴേക്കും ഹോസ്പിറ്റലിലെ ICU ഡോക്ടർമാരൊക്കെ വന്ന് കമലമ്മയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. വല്ലാതെ അഭിസ്മാരം കൂടുകയാണ്. നേഴ്സ് ഇഞ്ചക്ഷൻ കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും കമലമ്മ മരിച്ചു പോവാണ്. അവരും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കട്ടോ. അങ്ങനെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും മാഷ് അങ്ങോട്ട് എത്തുന്നത്. മാഷോട് പറയും സോറി, പെട്ടെന്ന് ഫിക്സ് വന്നു, ഒപ്പം കാർഡിയക് അറസ്റ്റും. മാഷ് ആകെ ഷോക്കായി പോവാണേ. ഒരു മരവിച്ച അവസ്ഥയിൽ നിൽക്കുക. ശ്രീജ അങ്ങ് പൊട്ടിക്കറിയും. വിനായകനും വിഷുവും അമ്മ പോയി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കറിയണേ. നന്ദിനി ആകെ ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ. അമ്മയെന്ന് പറഞ്ഞ് നന്ദിനിയും തുടങ്ങുക. മാഷേ എന്നാ പോലീസ് വിളിക്കുമ്പോ മാഷ് ആകെ ഷോക്കിൽ പറയും ഇനിയിപ്പോ വലിയ പാടില്ലാതെ അവനിങ്ങ് പോരാം അല്ലേ സാറേ. അമ്മയുടെ സംസ്കാരത്തിന് വന്നു പോകാൻ പെട്ടെന്ന് അനുമതി കിട്ടും അല്ലേ സാർ. അയാൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. മാഷ് ഒരു മരവിച്ച അവസ്ഥയിൽ അവിടെ വന്നിരിക്കുമ്പോൾ വിഷുവും വിനായകനും അടുത്ത് വരും. വിഷുവും തൊള്ളിങ്ങനെ കൈവച്ച് കരയുമ്പോൾ മാഷ് പറയും അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവിടെ അധിക സമയം കിടത്തണ്ട, അതിനുവേണ്ട ഏർപ്പാട് ചെയ്യണം, ബാഗിൽ പൈസ ഉണ്ട്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് അവരവിടെ നിൽക്കുന്നത്. ഇതേ സമയം വേദയ്ക്ക് ലേബർ പെയിനും വന്നിട്ടുണ്ട് കേട്ടോ. വേദ കരഞ്ഞുകൊണ്ട് അമ്മ എന്ന് വിളിക്കുമ്പോൾ ഡോക്ടറും സിസ്റ്ററും പരസ്പരം നോക്കും. സേതു അമ്മ എന്ന് വേദ കരഞ്ഞുകൊണ്ട് പറയാ. അങ്ങനെ സിസ്റ്റർ വേഗം പോയിട്ട് സേതു അമ്മേനോട് പറയും വേദ പ്രസവിക്കാറായി, വേദ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് വരൂ. അങ്ങനെ സേതുലക്ഷ്മി അമ്മയും ലേബർ റൂമിലേക്ക് ചെല്ലാട്ടോ. എന്നിട്ട് വേദയുടെ ഒപ്പം നിൽക്കുക അമ്മയെന്ന് പറഞ്ഞ് വേദ അമ്മയുടെ കൈ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പുഷ് പുഷ് എന്ന് ഡോക്ടറും സിസ്റ്ററും മാറി മാറി പറയാ. വേദ ഒരുപാട് വേദന സഹിക്കുന്നുണ്ട്. ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞ് സേതുലക്ഷ്മി മാഡം അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ വേദ പ്രസവിക്കുകയാണ്. കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അമ്മ വേദയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കും. അങ്ങനെ കുഞ്ഞിനെ വേഗം അവർ കൊണ്ടുപോകാട്ടോ. വേദ പിന്നെ തളർന്നു പോകും. സിസ്റ്റർ സേതുലമ്മയോട് പുറത്തേക്ക് നിൽക്കാൻ പറയാ. അങ്ങനെ വേദ ഒരു കുഞ്ഞിന് പ്രസവം നൽകിയപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ രാധിക കുഞ്ഞുമായി മരിച്ചു കിടക്കാട്ടോ. ആ ഒരു ഭാഗം ഇങ്ങനെ കാണിക്കണേ. പിന്നീട് വിക്രം ഇപ്പോഴും അവിടെ തന്നെ കിടക്കുക. പെട്ടെന്നൊരു കുഞ്ഞു കൈ വിക്രമിന് ഇങ്ങനെ വന്ന് തൊടുന്നതായിട്ട് വിക്രമിന് അബോധാവസ്ഥയിൽ തോന്നാട്ടോ. അപ്പോഴേക്കും വിക്രമിന്റെ റൂമിലുള്ള ആ ചേട്ടൻ എടാ വിക്രം എന്താ പറ്റിയേ എന്ന് പറഞ്ഞ് ഓടി വന്ന് വിക്രമിനെ പിടിച്ച് എണീപ്പിക്കുകയാണ്. എന്നിട്ട് വേഗം എല്ലാവരും കൂടെ വിക്രമിനെ അവിടുന്ന് കൊണ്ടുപോകും. ശേഷം പിന്നീട് ഹോസ്പിറ്റലിലെ വേദയുടെ കുഞ്ഞിനെ സേതുലക്ഷ്മി മാഡത്തിന്റെ കയ്യിൽ കൊടുക്കാട്ടോ. മാഡം കുഞ്ഞുമായിട്ട് അകത്തേക്ക് കയറി രാധികനെ ഇങ്ങനെ നോക്കും. ശേഷം വേദയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്താട്ടോ. എന്നിട്ട് മോളെന്ന് വിളിക്കുമ്പോൾ വേദ എണീക്കും. എണീക്കുന്ന സമയത്ത് ശ്രീകാന്ത് അന്ന് ശങ്കരനാരായണനോട് വേദന എവിടെ വെച്ച് കണ്ടാലും കൊല്ലുന്നേ പണ്ട് പറഞ്ഞിരുന്ന ആ കാര്യവും ഇപ്പോൾ പിന്നാലെ തന്നെ ഗുണ്ടകൾ വന്നതും ഒക്കെ വേദ ഇപ്പം ആലോചിക്കുക. രാധിക തരുണിനോട് ഞാൻ മരിച്ചാലും കുഞ്ഞിനെ നന്നായി നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതും പിന്നെ എല്ലാം ഇങ്ങനെ വേദ ആലോചിക്കണേ. സേതു മേഡം അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ വേദ അമ്മയെന്ന് വിളിച്ച് കൈ പിടിക്കും. എൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കണം, അതിന് എന്നെ സഹായിക്കണം. അപ്പൊ തന്നെ ആൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക്. അമ്മ ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ ഗുണ്ടകള് അവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ആ ആംബുലൻസ് ഡ്രൈവർ വന്നിട്ട് പറയും നിങ്ങൾ ഫോട്ടോ കാണിച്ച ആളെ ഇവിടെ പലരും കണ്ടിട്ടുണ്ട്, പക്ഷെ പേരതല്ല. ആളിപ്പോ എവിടെയുണ്ട്? ലേബർ റൂമിലാണ്. അവിടെ പോയി നോക്കാൻ പറ്റുമോ? ഏയ് അതൊന്നും പറ്റില്ല, ഇവിടെ ഞങ്ങൾ കുറച്ച് മലയാളികളാ ഉള്ളത്. അഡ്മിറ്റായ മലയാളി കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം അന്വേഷിക്കുന്നത് ഞങ്ങളെടുത്താ. അപ്പോഴായിരിക്കും തരുൺ അങ്ങോട്ട് വരുന്നത്. ദേവാങ്ക് എന്ന് പറഞ്ഞ് അവര് വേഗം അവിടുന്ന് പോകട്ടോ. ഗുണ്ട ആ ആംബുലൻസ് ഡ്രൈവറും പോവും. അപ്പൊ തരുൺ അവരെങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ തരുൺ അങ്ങോട്ട് വരുന്ന സമയം കേട്ടോ. ഇതേ സമയം വേദ പറയുന്നത് കേട്ടെ സേതുലക്ഷ്മി മാഡം ഞെട്ടിപ്പോകും. മോൾ എന്തായി പറയുന്നത്? ഈ കുഞ്ഞ് തരുണിന്റെ കുഞ്ഞാണെന്ന് ഞാൻ അവനോട് എങ്ങനെ പറയും? വേദ പറയും ഈ കുഞ്ഞിനെയും എന്നെയും കാത്ത് ഈ ഹോസ്പിറ്റലിൽ തന്നെ ആളുകളുണ്ട്. ഇവിടെയുള്ള കുറച്ച് ജീവനക്കാരെ സഹായിക്കാനും. അവളുടെ കൈപ്പെട്ട ഇവള് പിന്നെ ജീവിക്കില്ല. തൽക്കാലം സുരക്ഷിതമായി ഇവളെ എവിടെയെങ്കിലും ഏൽപ്പിക്കണം. അതിന് അമ്മയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥയില് ഞാൻ എങ്ങനെ ഇത് തരുണിനോട് പറയും? രാധികയുടെ അവസ്ഥയോട് ഇപ്പൊ തന്നെ അവന് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. വേദ പറയും അറിയാം, കുഞ്ഞെങ്കിലും ജീവനോടെ ഉണ്ടെന്ന് അറിയുമ്പോ ഒരു സമാധാനാവില്ല. പക്ഷെ മോളെ പിന്നീടത് അങ്ങനെയല്ലെന്ന് അറിയുമ്പോ അവന്റെ അവസ്ഥ. വേദ പറയും അപ്പൊ കാര്യങ്ങൾ നമുക്ക് വിശദാക്കാം. ഇപ്പൊ എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ അമ്മ സഹായിക്കണം പ്ലീസ്. അങ്ങനെ അവര് ഒന്നും പറയാതെ ഡ്രസ് ചേഞ്ച് ചെയ്യുക. അപ്പോഴേക്ക് ഡോക്ടർ വന്നിട്ട് രാധികയുടെ ബോഡി എടുക്കണം എന്ന് പറയാം. അപ്പോൾ അവര് കുഞ്ഞിനെയും കൊണ്ടുപോവാണ്. വേദയ്ക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ വേദ നെറ്റിയിൽ കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ ഇങ്ങനെ കണ്ട് സങ്കടത്തിൽ പൊട്ടിക്കറിയണേ. താല്പര്യം ഉണ്ടായിട്ടല്ല അങ്ങനെ ചെയ്തത് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് തരുണ് ഒന്നും അറിഞ്ഞിട്ടില്ല അവിടെ വന്ന് ഇരിക്കുക. എന്താ ഡോക്ടറെ ഡെലിവറി കഴിഞ്ഞോ? ഡോക്ടർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ബോഡി ആയിട്ടാണ് അവർ പുറത്തേക്ക് വന്നത്. സിസ്റ്റർ ആ സ്ട്രക്ചറിലെ തുണി പൊന്തിക്കും.
അങ്ങനെ കിടക്കുന്ന രാധികയെ കാണുന്നതും മോളെ എന്ന് വിളിച്ചിട്ട് തരുൺ വല്ലാണ്ട് സങ്കടത്തിൽ കയറിയട്ടോ. അപ്പോഴുണ്ടാവും അമ്മ പുറത്തേക്ക് കുഞ്ഞുമായിട്ട് വരുന്നേ. തരുൺ ഇങ്ങനെ ആ കുഞ്ഞിനെയും അമ്മേനെയും നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം അത് സ്വന്തം കുഞ്ഞാണെന്നാണ് തരുൺ കരുതിയിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ജയിലിലാണ്. വിക്രം എന്ന് വിളിച്ച് ആൻഡ്രൂസ് വരിക. ഇത്തവണ വിക്രമിന് നാട്ടിൽ പോവാം, ആർക്കും തടയാൻ പറ്റില്ല. വിക്രമിന് സന്തോഷമാവും. പേപ്പേഴ്സ് എല്ലാം ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. രാവിലെ ആ ചടങ്ങ്. വിക്രം അങ്ങ് ഞെട്ടും. എന്ത് ചടങ്ങ്? ആ സാറ് പറയും വിക്രം അമ്മ വിക്രമിന്റെ അമ്മേനില്ല. എന്താ സാർ? സാറ് പറയും പോവാനെ ഒരുങ്ങിക്കോളൂ, നീ തന്നെ ചിതയ്ക്ക് തീ വെക്കണം എന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നു. വിക്രം അങ്ങ് തളർന്നു പോവും. പിന്നെ ആൻഡ്രൂ സാറിനൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടുന്ന് പോവും. വിക്രം ആകെ സങ്കടത്തിൽ പൊട്ടി പൊട്ടി കരയാട്ടോ. സെല്ലിങ്ങനെ മുറുകെ പിടിച്ചിട്ട് ശേഷം അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് സേതുലക്ഷ്മി മാഡം തരുണിനോട് പറയും മോനെ ഇത് നിന്റെ കുഞ്ഞ, രാധിക മോള് നമുക്ക് തന്നിട്ട് പോയത്. തരുൺ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. സേതുലക്ഷ്മി അമ്മ ഇതൊക്കെ കണ്ട് കരയാ. തരുൺ കുഞ്ഞിനെടുത്ത് രാധിക നോക്ക് നമ്മുടെ മോള് എന്ന് പറഞ്ഞ് കരയാണ്. സേതുലക്ഷ്മി എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ വയ്യ എന്നിങ്ങനെ അരുണ സിസ്റ്റർ അടുത്ത് പറയാം. ആ ഡോക്ടർ പറയും അവളെ അകത്ത് കിടത്തി ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളൂ സാർ. അപ്പോൾ തരുൺ പറയും വേണ്ട സാർ, എൻ്റെ അച്ഛന് ചിതയ്ക്ക് വെക്കുമ്പോൾ ഞാൻ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. ഇവളുടെ അമ്മയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ബോഡി ആംബുലൻസിലേക്ക് കയറ്റിക്കോളൂ. അങ്ങനെ അവരവിടെ നിന്ന് പോവാട്ടോ. തരുണ് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അമ്മയോടൊപ്പം നിന്ന് പൊട്ടിക്കരയാ. ഇതേ സമയം നാട്ടില് കമലമ്മയുടെ ചടങ്ങുകൾ നടക്കാണ്. അപ്പോൾ വിക്രമിനെ പോലീസുകാരെ വിലങ്ങ് വെച്ചിട്ട് തന്നെ കേട്ടോ കൊണ്ടുവരുന്നത്. വിക്രം ഓടിച്ചെന്ന് വിശ്വത്തെ കെട്ടിപ്പിടിച്ച് കരയാണേ. വിനായകനും വിശ്വവും വിക്രവും കൂടെ സങ്കടത്തിൽ കരയൂട്ടോ. വിശ്വം പറയും ഇനിയെങ്കിലും ഇത് അയച്ചുവിട സാറേ. അങ്ങനെ പോലീസുകാരെ വിക്രത്തിന്റെ വിലങ്ങ് അയച്ചു കൊടുക്കും. വിക്രം അമ്മയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദിനി കരഞ്ഞിട്ട് പറയും നമ്മുടെ അമ്മ പോയടാ, നമ്മളിതെങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞ് കരയാണേ. അപ്പോഴും അവിടെ ഉള്ളവർക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും എല്ലാവരും സങ്കടത്തിലാണല്ലോ. വിക്രം അവിടെ അമ്മയുടെ കാല് പിടിച്ചിങ്ങനെ കരയാ. മാഷ് വന്ന് വിക്രത്തിനെ എണീപ്പിക്കുക. എന്നിട്ട് പറയും പോയി കുളിച്ചിട്ട് വാ, അവളെ യാത്ര അയക്കേണ്ട സമയമായി. ഇത് കേൾക്കുമ്പോൾ വിക്രം അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയും. വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ള ഒരു എപ്പിസോഡാട്ടോ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ.